ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പോവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയെ കാണാനില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയാം കേട്ടോ. ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുക ശ്രീകാന്തെ എന്ന് പറയുന്ന നേരത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അങ്ങോട്ടേക്ക് വിളിക്കേണ്ടല്ല, എന്തെങ്കിലും അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കായിട്ട് വിളിക്കുക കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതി പരമാവധി ശ്രീകാന്തിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് അതൊന്നും മൈൻഡ് ചെയ്ത് കോൾ ചെയ്യുകയാണ്. ശ്രുതി ആകെ ടെൻഷനിലാണ്. എന്നാൽ ശ്രുതി മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ആരും കോൾ എടുക്കുന്നില്ല. ആകെ നിരാശയോട് കൂടിയിട്ടാണ് ശ്രീകാന്ത് കോൾ കട്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ സുധിമോൻ എത്രയും വേഗം കണ്ടുപിടിക്കാൻ സാധിക്കണേ, എൻ്റെ സച്ചിമോൻ അവനെയും കൊണ്ടാണ് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയായിട്ട്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ ഒരിക്കലും സച്ചി കണ്ടുപിടിക്കരുത്, സച്ചി കണ്ടുപിടിച്ചാൽ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ വെളിയിൽ വരുമെന്നുള്ള ഒരു പേടിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആന്റണിയാണ്. ആന്റണിയും കൂട്ടാളികൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ട് ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ ഗുണ്ടകൾ പറയുകയാണ്, ഇനി നമുക്ക് അന്വേഷിക്കണോ ആന്റണിയേട്ടാ, നമുക്ക് തിരികെ വീട്ടിലേക്ക് പോയാലോ എന്നൊക്കെ പറയുന്ന നേരത്ത് അതങ്ങനെ ശരിയാണ്. 12 മണി വരെയാണ് നീലിമ സമയം കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ സുധീനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ നീലിമ അവനെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ പലയിടങ്ങളിൽ അന്വേഷിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗുണ്ടകൾ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ശ്രുതി വിളിക്കുന്നത്. ശ്രുതി വിളിച്ചു ഉടനെ തന്നെ പറയുന്നുണ്ട്, എന്നിട്ട് എത്രയും വേഗം സുധിയെ കണ്ടെത്തണം, സുധിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സച്ചി ഇറങ്ങിയിട്ടുണ്ട്, സച്ചി എങ്ങാനും അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുളമാവുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി കോള് കട്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ ആരുടെ ഗുണ്ടകളോടായിട്ട് പറയുന്നത്, നമുക്ക് എത്രയും വേഗം ശ്രുതിയെ കണ്ടെത്തണം, കണ്ടെത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അന്വേഷണത്തിലാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷ് ബാറിൽ നിന്ന് വെള്ളം അടിച്ചിട്ടൊക്കെ വരുന്ന സമയത്താണ് സച്ചിയുടെ ഒരു വോയിസ് മെസ്സേജ് കേൾക്കുന്നുണ്ട്. അതായത് കാറിൻ്റെ അടയാളങ്ങളെല്ലാം നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു വണ്ടി എവിടെ വെച്ച് കണ്ടാലും പറയണം എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് ആണ്. എന്നാൽ മഹേഷ് അത് വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ വണ്ടിയിലേക്ക് കയറുന്ന സമയത്താണ് കാറിൻ്റെ മിററിലൂടെ കാണുന്നത് സച്ചി പറഞ്ഞ അടയാളങ്ങളോട് കൂടിയ വണ്ടി. ഉടനെ തന്നെ മഹേഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സച്ചിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചി, നീ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയ വണ്ടി ഇതേ ഈ ബാറിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ അവിടെയെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഞാൻ ഓട്ടം പോയിട്ട് വന്നതായിരുന്നു, ആ ഒരു സമയത്ത് 2 എണ്ണം വീശിയിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇറങ്ങിയ നേരത്താണ് നിന്റെ മെസ്സേജ് കണ്ടത്, ആ ഒരു സെയിം വണ്ടി തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്, അവന്മാരകത്തുണ്ടെന്ന് ഉറപ്പാണ് എന്നൊക്കെ മഹേഷ് പറയുന്ന നേരത്ത് നീ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്മാർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കും, ഞാൻ വേഗം എത്താമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോള് കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ സുധിയെ തോക്കിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഗുണ്ടകളെ പറയുന്നത്, നമുക്ക് ഇവനെ എത്രയും വേഗം തീർത്തിട്ട് പോയാൽ അത് നമുക്ക് വേഗം പോയി കടന്നിറങ്ങാം, എന്തായാലും ഇവന്റെ ഭാര്യ പൈസയുമായിട്ട് വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ ഒരു ടെൻഷനോട് കൂടി തന്നെയാണ് ശ്രുതി നിൽക്കുന്നതായിട്ട്. കാരണം നമ്മുടെ സച്ചി എങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാനേ തനിക്ക് ആവുകയില്ല എന്നുള്ളൊരു ടെൻഷനിൽ തന്നെയാണ് ശ്രുതിയും ഉള്ളത്. അതിനുശേഷം കാണിക്കുന്നത് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗുണ്ടകളെ തടഞ്ഞു നിർത്താനായിട്ട് മഹേഷ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർ യാതൊരുവിധ പരിചയവും ഇല്ലാത്ത പോലെ തന്നെ മഹേഷ് തള്ളിയിടാണ് കേട്ടോ. ആ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി നല്ല രീതിയിൽ തന്നെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവസാനം ഇരുവരും കൂടി അതായത് ഗുണ്ടകൾ ഇരുവരും കൂടി മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ഇവനെ നമുക്ക് ആ ഒളിത്താവളത്തിൽ എത്തിക്കാം, അവിടെ വെച്ച് ആച്ചാൻ്റെ കയ്യിൽ തോക്കുണ്ടല്ലോ, അവിടെ വെച്ച് ഇവനെ കൈകാര്യം ചെയ്യാം, എന്തെങ്കിലും കള്ളത്തരം നമുക്ക് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കീഴടങ്ങുന്ന പോലെ തന്നെ അഭിനയിക്കട്ടെ. അതിനുശേഷം സച്ചുരായിട്ട് പറയുന്നുണ്ട്, സുധിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ഞങ്ങൾ കാണിച്ചു തരാം, പക്ഷെ ആരാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നെയൊന്നും അറിയില്ല, മേഡം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗുണ്ടകൾ നുണയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അവർ തട്ടിക്കൊണ്ടുപോയത്, ആരാണ് പേരെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഉത്തരം തന്നെയാണ് ഗുണ്ടകൾ മറിച്ചും തിരിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം സച്ചി പറയാം, നീ എന്തായാലും വീട്ടിലേക്ക് പൊക്കോ മഹേഷേ, ഞാൻ എന്തായാലും സുധീനെ കൊണ്ട് വരികയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് സുധിയുടെ താവളത്തിലേക്കായിട്ട് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ ഗുണ്ടകളുടെ തലവനാവട്ടെ ഇത്രയും നേരമായിട്ട് എൻ്റെ അവന്മാരെ കാണുന്നത്, അവന്മാർ ബാറിൽ പോയിട്ട് എത്ര നേരമായി, ഇനിയും വരാത്തത് എന്താണെന്നും പറഞ്ഞുകൊണ്ട് കോള് വിളിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി 2 പേരെയും കൂടെ ഗുണ്ടകളുടെ കാൽച്ചോട്ടിലേക്കായിട്ട് തള്ളിയിടുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും മെയിനായിട്ട് തലവൻ ഒന്നും ഞെട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഇവൻ ആരടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, ഇവനുള്ള കൈകാര്യം ചെയ്ത് നമുക്ക് തന്നെ കൊടുക്കാം, അവിടെ നിന്ന് ഞങ്ങൾ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ഈ ബാറിൽ വെച്ച് കണ്ട ആൾക്കാർ പറയുകയാണ് കേട്ടോ. പെട്ടെന്നാണ് സുധിയെ സച്ചി കാണുന്നത്. കൈ കെട്ടിയിട്ടേക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. വേഗം തന്നെ സുധിയുടെ കയ്യിലെ കെട്ടഴിക്കാൻ ഓടി ചെല്ലുന്ന സമയത്ത് ഗുണ്ടകളുടെ തലവൻ സച്ചിയുടെ തലയിലേക്കായിട്ട് കണ്ണ് ചൂണ്ടി നിൽക്കാട്ട്. ഈ ഒരു സമയത്ത് സച്ചി ഒന്ന് പതറുന്നുണ്ട്. നല്ല ധൈര്യ സമയത്ത് തന്നെ സച്ചി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബാറിൽ നിന്ന് വന്ന ഗുണ്ടകൾ പറയുന്നത്, ഞങ്ങൾ തന്ത്രപൂർവ്വം തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു, ഗണ്ണെന്തായാലും ഇവന് നേർക്ക് പ്രയോഗിക്കേണ്ട, ഗണ്ണ് നമ്മൾ സുധിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നില്ല, ഇവന് വേണ്ടിയിട്ട് നമുക്ക് കൈപ്രയോഗം നടത്താമെന്ന് ഇവർ പറയുന്നുണ്ട്. അതാണെങ്കിൽ തലവൻ സമ്മതിക്കുകയും ചെയ്യട്ടെ. പെട്ടെന്ന് സച്ചി ചോദിക്കുന്നത്, നിങ്ങൾ എവിടുത്തെ ഗുണ്ടകളാണ്, നിങ്ങൾ ഇത്രയും വിദ്യകളല്ല ഗുണ്ടകളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗുണ്ടകൾ വന്ന് സച്ചിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന്
തന്നെ സച്ചി നല്ല രീതിയിൽ തന്നെ കൈകാര്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ സച്ചിനെ തോക്ക് വെച്ച് വെടിവെക്കാൻ ഒരുങ്ങുകയും വടി കൊണ്ട് തല്ലാനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ശ്രുതി കണ്ടോ സച്ചി ഇതേടാ അവിടെ വരുന്ന ആൾ ഇവിടെ വരുന്ന ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സച്ചിയുടെ അടി കൊണ്ട് 3 പേരും കൂടി ആകെ തീരെ അവശനായിട്ട് എടാ ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് ഓടിപ്പോവാമെന്നും പറഞ്ഞുകൊണ്ട് 3 പേര് അവിടെ നിന്ന് ഓടിപ്പോവാട്ടെ. സച്ചി പിന്നാലെ പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നത് എടാ സച്ചി അവർ വിട്ടേക്ക് ഇനി അവർ തിരയാൻ നിൽക്കണ്ട നീ ഇവിടെ വന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിക്കുകയാണ്. സച്ചി വേഗം തന്നെ ശ്രുതിയുടെ കൈകളിലെ കെട്ടൊക്കെ അഴിച്ച് വിട്ടതിന് ശേഷം ശ്രുതിനെ നോക്കുകയാണ് കേട്ടോ. ശ്രുതിനെ നോക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. സച്ചിയുടെ അതേ ഒരു സ്നേഹത്തോട് തന്നെയാണ് കേട്ടോ ശ്രുതി സച്ചിയും കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം ഈശ്വര സച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമോ, സച്ചി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതായിരിക്കുമോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നീ എന്താ ശ്രുതി ചിന്തിക്കുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്. താനൊന്നും ചിന്തിക്കുന്നില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിൽ സച്ചി പറയണേ എനിക്കറിയാം നീ എന്ത് കള്ളത്തരം പറയണമെന്നല്ല ചിന്തിക്കുന്നത്. വണ്ടിയിൽ കയറി വീട്ടിൽ ചെല്ലുന്ന ഒരു സമയമുണ്ട്, അതിനുള്ളിൽ തന്നെ ആരൊക്കെ എന്തൊക്കെ പണം തന്നുള്ള കള്ളത്തരങ്ങളെല്ലാം തന്നെ നീ മനസ്സിൽ ചിന്തിച്ച് വെച്ചോളാൻ പറഞ്ഞിട്ടാണ് ശ്രുതിയും സച്ചിയുടെ വണ്ടി കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ സച്ചി വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം രേവതിയോട്ട് പറയുന്നുണ്ട് ശ്രുതിയെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ രേവതിക്ക് സമാധാനമാവട്ടെ. രേവതി ഒരു വിവരം എല്ലാവരോടായിട്ട് പറയുന്നത് അച്ചമ്മയ്ക്ക് രവിക്ക് ശ്രീകാന്തിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ശ്രുതിയോടായിട്ട് രവി പറയുന്നുണ്ട് മോളെ ഇനി മോള് ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, ശ്രുതിനെ കണ്ടെത്തിയെന്നാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതിയുടെ ടെൻഷൻ കൂടി വരട്ടെ. കാരണം എല്ലാ സത്യങ്ങളും സച്ചി അറിഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് ശ്രുതിക്കും ആ ഒരു ഷോറൂമിലേക്ക് കയറി ചെല്ലാൻ പറ്റും, ഒന്നുകിൽ അവൻ പണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും, അതല്ല എന്നാണെങ്കിൽ ആ ഒരു ഷോറൂമിൻ്റെ തലവനായിട്ട് അവൻ വന്നിരിക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂടുന്ന സമയത്ത് രവി ചോദിക്കുന്നത് നീ എന്താ ശ്രുതി മോളെ ചിന്തിച്ചു കൂട്ടുന്നത്, നിനക്കെന്താ ശ്രുതി വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആകെ തലവേദന, രാവിലെ തൊട്ട് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാൻ ശ്രുതിനെ നോക്കി നിൽക്കല്ലായിരുന്നോ, ഞാൻ എന്തായാലും ഒന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിയുടെ ഒരു കള്ളത്തരം എല്ലാം തന്നെ അച്ചമ്മയ്ക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ സച്ചിയുടെ അതേ ഒരു സ്വഭാവം തന്നെയാണ് അച്ചമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ടെന്നും ഇതിൻ്റെ എല്ലാം തന്നെ പിന്നിലായിട്ടുള്ളൊരു കള്ളത്തരങ്ങളെല്ലാം തന്നെ ശ്രുതിക്ക് അറിയാമെന്നുള്ള കാര്യം അച്ചമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ ശ്രുതി പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വർഷ പറയുന്നുണ്ട് അല്ല സാധാരണ ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് അത് ഭർത്താവിനെ കണ്ടിട്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തുള്ളി ചേർന്ന നിമിഷമാണ് ഈ ശ്രുതിയുടെ ഇങ്ങനെ എന്നൊക്കെ വർഷ പറയുന്ന നേരത്തെ എല്ലാവരും കൂടി ആ ഒരു സംശയത്തോടു കൂടി തന്നെ ശ്രുതിയുടെ ആ ഒരു സ്വഭാവം നോക്കിക്കാണുക കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.